ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ വയനാട് ജില്ലയിൽ തവിഞ്ഞാൽ പഞ്ചായത്തിൽ മേലെ വരയാൽ എന്നുള്ള പ്രദേശത്താണുള്ളത്. ഇവിടെ നമുക്ക് റിസോർട്ടിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. റോഡ് ഫ്രണ്ടേജ് ഒരു 60 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, വെള്ളത്തിന്റെ സൗകര്യങ്ങളും കിണറും കാര്യങ്ങളും കറണ്ടും എല്ലാം ഉണ്ട്. കുറച്ച് എരിഞ്ഞ ഭൂമിയാണ്, മരങ്ങളാണ്, പിന്നെ പറമ്പൊക്കെ ഫുള്ള് ക്ലീൻ ആണ്. അത്യാവശ്യം ആരെങ്കിലും കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങൾ സെൻഡ് ചെയ്ത് തരാം. ആധാരം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞു. നികുതിയെല്ലാം അടച്ച നല്ല പക്ക ഭൂമിയാണ്. പിന്നെ റേറ്റ് കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, പറ്റാവുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലാൻഡിന്റെ ഇതുപോലത്തെ ആഡോ കാര്യങ്ങളോ ചെയ്യേണ്ട താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും എന്നോട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അങ്ങനെയാണുള്ളത്. പിന്നെ ഇതാണ് നമ്മളെ റോഡ്. ഇതിപ്പോ നമുക്ക് വരുന്ന വെച്ചാൽ 43 പിന്നെ വരാലിലേക്ക് പോരുന്ന ബസ് റൂട്ട്, അതായത് പിന്നെ മാനന്തവാടി നിന്നൊക്കെ ബസ് ഓടുന്ന ഒരു റൂട്ടാണിത്. റോഡ് കാര്യങ്ങൾ ലേശം പിന്നെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ക്ലീൻ ചെയ്യും. പിന്നെ നമുക്ക് ചെയ്യുന്നത് നമ്മളെ ഇടത് സൈഡിൽ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി കേട്ടോ. നമ്മളെ ഇടത് സൈഡിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇത് അത്യാവശ്യം കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റിസോർട്ട് പർപ്പസിനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 60 മീറ്റർ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. ചെറിയൊരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വീട് അടക്കം കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കും, അല്ലാതെ പിന്നെ പ്രോപ്പർട്ടി മാത്രമാണെങ്കിൽ അങ്ങനെ കൊടുക്കും. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാൻ, നമുക്ക് ഈ റോഡിനോട് ചേർന്നിട്ട് വലതുവശത്ത് ഒരു കുറച്ച് സ്ഥലമുണ്ട് കണ്ടോ. ഇവിടെ കാണിച്ചു തരാൻ, ഇവിടെ ലേശം ഒരു പിന്നെ ഇവിടെ നിന്നാണ് ഇവർ വെള്ളത്തിന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. വയലും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ഉണ്ട്. അത് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താക്കാം, പിന്നെ ആ ഒരു വയലും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കഷൻ ചെയ്തിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട കേസുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതല്ല, ഇതാണ് ഇവര് മെയിനായിട്ട് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഈ ഒരു കിണറിനാണ്. നല്ല അതായത് 12 മാസം നല്ല അടിപൊളിയായിട്ട് പിന്നെ വെള്ളം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. പിന്നെ കൃഷി എന്ന് പറയുന്ന അനുഭവം എന്ന് പറയാൻ ഇതിൽ കാണില്ല, കുറച്ച് കുരുമുളക്, അതുപോലെ കാപ്പി. കുരുമുളകൊക്കെ നല്ല കായ്ച്ചിട്ടുണ്ട്. നമുക്ക് ഈ റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ മുകൾ വശത്തുള്ള ഈ ഒരു വീടുണ്ടല്ലോ, ഈ ഒരു കാണുന്ന ആ ചെറിയൊരു വീടിന്റെ മുകളിലേക്ക് പോയിട്ട് ഡീറ്റെയിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതിലേക്ക് വഴി വേണമെങ്കിൽ വഴി വെട്ട റൂട്ടിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത്. പിന്നെ ബസ് റൂട്ടാണ്. പിന്നെ നമ്മളൊരു മെഡിക്കൽ കോളേജിന് പ്രോപ്പർട്ടി ഇവിടെ വരുന്നുണ്ടോ? ആരെങ്കിലും പറഞ്ഞിരുന്നല്ലോ, ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ? ഓക്കെ, ഒരു ഓടിട്ട ഒരു ചെറിയ വീടാണ്. അത്യാവശ്യം താഴ്നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്കും പ്രവാസികൾക്കും എല്ലാം വന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഈ വീട് വേണമെങ്കിൽ വീട് കൊടുക്കും, നിർബന്ധമില്ല. ചെറിയൊരു വീടാണ്, ഓടിട്ട വീടാണ്. പിന്നെ വീട് കാണിച്ചു തരാം, സെക്കൻഡ്. ഇതാണ് ഇപ്പൊ നമ്മളെ പ്രോപ്പർട്ടിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അത് ഫോറസ്റ്റാ. അതാ ഈ ഫ്രണ്ടേജ് ഫോറസ്റ്റാ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണുള്ളത്. ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ആണോ അല്ലെങ്കിൽ മിച്ചഭൂമി ഫോറസ്റ്റോ? മിച്ചഭൂമി ഫോറസ്റ്റാ. ഇപ്പോൾ പ്രോപ്പർട്ടിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. നോക്കുക അങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഒരു ഫാം ഹൗസ് പോലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല രസമുള്ള ഒരു ഭൂമിയാണ്. പിന്നെ പറമ്പൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്പി, കുരുമുളക് അത്യാവശ്യം, കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി അത്യാവശ്യം കാപ്പി, കുരുമുളക് ഉണ്ട്. ഞാൻ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മുകളിൽ നിന്നിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കാണിച്ചു തരാം, നമുക്ക് വല്ല വ്യൂ കിട്ടണമല്ലോ. പിന്നെ വഴിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല വഴിയാണ്. ചെരുവാണ് ഭൂമി. ചെരുവ് എന്ന് പറഞ്ഞാൽ റിസോർട്ട് പർപ്പസിനൊക്കെ പറ്റിയ ഒരു ഭൂമി കൂടിയാണ് കേട്ടോ. അത്രയാണ്. ഇതാണ് നമ്മളെ റോഡിൽ നിന്ന് പ്രോപ്പർട്ടിയുടെ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് വരുന്ന വ്യൂ. ഇതാണ്. ഇതിങ്ങനെ ഉണ്ട്, അതിരും കാര്യങ്ങളൊക്കെ. ഇത്തരത്തില്ല അതിര്. ഓക്കെ, ഈ സൈഡിൽ വരുന്നതാണ് അതിര്. ഇതിങ്ങനെ അതിര കാണിച്ചു തരുന്നത് കേട്ടോ. ഇതാണ് പ്രോപ്പർട്ടിന്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിക. അതാ ഈ ഒരു ലെവലില് മരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു റിസോർട്ടിനോ കാര്യങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരേക്കർ നല്ല വൃത്തിയുള്ള ഭൂമിയാണ്.
ഓക്കെ, ഇതിങ്ങനെ ചെരിഞ്ഞിങ്ങോട്ട് പോകുന്നുണ്ടോ? നിൽക്കുന്ന ഈ ഒരു കുടി ഉണ്ടല്ലോ, ഈ മരത്തിന്റെ കൊടിന് നേരെ താഴോട്ടാണ് ഈ പ്രോപ്പർട്ടിന് അതിലായിട്ട് വരുന്നത്. ഇതെല്ലാം മിക്സ് ആയിട്ട് കിടക്കുന്ന ഇവർക്ക് ഇതിലും കൂടുതൽ പ്രോപ്പർട്ടി ഉണ്ട്. ഒരേക്കറാണ് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കറണ്ട്, വെള്ളം, സൗകര്യം എല്ലാം ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ സമയത്തും നല്ല കാറ്റടിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ പറ്റാവുന്ന ആളുകൾ കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ അത് വരികയാണെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് സ്വന്തമായിട്ട് വന്ന് കാണേണ്ടവർക്ക് കാണാം, അല്ലെങ്കിൽ നമ്മൾ വന്ന് കാണിച്ചു തരേണ്ടവർക്ക് വേണമെങ്കിൽ കാണിച്ചു തരും ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു.